നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദു അങ്ങോട്ടേക്ക് കയറി വരുവാണ്. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തികയും അതുപോലെ ജലജ എല്ലാവരും ഒരു നിമിഷം പകച്ചു നിൽക്കുവാണ്. നന്ദു കയറി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന അനാമിയാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അനിയുടെ വിവാഹം നിശ്ചയാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടലോടുകൂടി നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് നന്ദു മുത്തശ്ശനോട് ചോദിച്ചു, അല്ല മുത്തശ്ശന് നിയമവും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ആ സമയം വേണു പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക, അല്ല നിയമങ്ങളൊക്കെ അറിയാഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, താനൊന്നും മിണ്ടാതിരിക്കണോ അവിടുന്ന് എന്ന് പറഞ്ഞു. ആ സമയം ജലജ പറഞ്ഞു, എടി എന്റെ മോളുടെ വിവാഹ നിശ്ചയം നടക്കുന്നതിന് മുമ്പ് തന്നെ നീ ഇങ്ങോട്ടേക്ക് വന്ന് എന്തിനാന്നറിയാം. ഇനിയിപ്പൊ ഇവളോടൊപ്പം ചേർന്നിട്ട് നീയും കൂടെ പണി തന്നായിരിക്കൂലേ, അപ്പം നേരത്തെ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ കുറ്റപ്പെടുത്തുവാണ്. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അത്ര നാണം കെട്ട പരിപാടി ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ജാനകി വെച്ചു, പിന്നെ നീ എന്ത് കാണാനാടി ഇങ്ങോട്ട്? ഈ നിശ്ചയം നടക്കുന്നതിന് മുമ്പ് വന്നേ. നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൂടായിരുന്നോ? അത് പോരായിരുന്നോ എന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, അത് പോരായിരുന്നു, അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ദേ മൂർത്തി മുത്തശ്ശന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ആ സമയത്ത് നവീൻ പറഞ്ഞു, എന്നാലും നന്ദു എനിക്കും കുറെ നിയമങ്ങളൊക്കെ അറിയാം, നീ ഇത് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ എന്ന് ചോദിച്ചു. എങ്കിൽ നവീനേട്ടൻ പറ, ഡിവോഴ്സ് നടക്കാതെ വിവാഹ നിശ്ചയം നടത്തിയാൽ എന്താ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു. നവീൻ ഒരു നിമിഷം നിശബ്ദനായി. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി അടുത്ത പ്രാവശ്യം കുടുംബ കോടതി കൂടുന്ന സമയത്ത് അനി വേണമായിരുന്നു കോടതി സമാധാനം പറയാനായിട്ട്, അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ പരാതി കിട്ടിയ ഉടനെ ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, നന്ദു നീ ഒന്ന് പോകാൻ നോക്ക്, വെറുതെ ഇനി പ്രശ്നം ഉണ്ടാക്കല്ലേന്ന് പറഞ്ഞു. ആ സമയം കനക പറഞ്ഞു, അച്ഛാ ഇനി വേറൊന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ മോതിര കൈമാറ്റം നടത്താൻ നോക്ക്, അവൾ അങ്ങനെ പലതും പറയും. ആ സമയത്ത് ശൈലജ പറഞ്ഞു, അല്ലെങ്കിലും എന്റെ മോളുടെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് വന്നിരിക്കുന്നവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ്. നന്ദുവിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നന്ദു എന്തോ കാണിച്ചെന്നുള്ള രീതിയിലാണ്. അവന്തികയൊക്കെ ഞെട്ടിപ്പകച്ച് നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ജാനകി പറഞ്ഞു, അതെ അച്ഛാ ഇനി ഇപ്പൊ ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് ആ നിശ്ചയം അങ്ങ് നടത്ത്, ഇവരിവിടെ നോക്കി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട ഇനിയിപ്പം നിശ്ചയം നടത്തണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ജാനകി ചോദിച്ചു, എന്താ അച്ഛാ പറയണേ? അതെ നിശ്ചയം നടത്തണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇന്നിപ്പം നിശ്ചയം നടത്തണ്ടെന്ന്. അവന്തികയുടെ മുഖം അങ്ങോട്ട് അടി കിട്ടിയ പോലെയായി. ഇപ്പൊ കരയുന്ന മട്ടിലാണ് അവന്തി നിൽക്കുന്നത്. എത്ര പ്രതീക്ഷയോടെ വന്ന് നിന്നതാ, എല്ലാം തകടം മറിഞ്ഞില്ലേ, പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞല്ലോ എന്നോർത്തൊരു വിഷമമായിരുന്നു. നവ്യയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായി. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, ഇനി ഇപ്പൊ എന്താണെങ്കിലും നിശ്ചയം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് വേണു പറഞ്ഞു, ഇതങ്ങ് നേരത്തെ തീരുമാനിച്ച പോരായിരുന്നോ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ചെലവിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ വന്നിട്ട് വേണുവിന്റെ കോളർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. ഇനി ഇവിടെ നിന്ന് കുരയ്ക്കാതെ ഇറങ്ങിപ്പോടാ, ഇനി ഒരു അക്ഷരം പോലും നീ മിണ്ടിയാണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി കളയൂന്ന് പറഞ്ഞു. അങ്ങനെ വേണു അനാമികയും രേവതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അയാൾക്ക് പണം കിട്ടണം, അതിനു വേണ്ടിയുള്ള തരികട പരിപാടിയായിട്ട് അയാൾ ഇറങ്ങിയിരിക്കുന്നത്, 5 പൈസ പോലും കൊടുക്കരുത് മുത്തശ്ശ. ആ സമയം കനക നന്ദുവിനോട് പറഞ്ഞു, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നന്ദു? ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്മേ ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നേ, എന്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എടി നിനക്ക് ആ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോ അതങ്ങോട്ട് വലിച്ചു കീറി കളഞ്ഞാ പോരായിരുന്നോ? പിന്നെ എന്തിനാ? അങ്ങനെ വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ തലയിൽ ഈ തൊപ്പി പിന്നെ കാണത്തില്ല. ഞാനൊരു SI ആന്നുള്ള കാര്യം അറിയാലോ, ഞാൻ മുഖം നോക്കാതെ നടപടി എടുക്കുന്നേ. അപ്പോഴേക്കും ജലജ് പറഞ്ഞു, പിന്നെ മുഖം നോക്കാതെ നടപടി എടുക്കുന്നു? അതെ എന്റെ മോനെ ഇതുപോലെ ഇതിനു മുമ്പ് തന്നെ നീ കൊണ്ടേ തല്ലി ചാച്ചിട്ടില്ലേ, അന്ന് നീ മോൻ നോക്കാതെയാണല്ലോ നടപടി എടുത്തേ. അതെ ഇതിപ്പോ എത്ര വില്ലാന്ന് പറഞ്ഞാലും എവിടെയാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, കാരണം എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ മതിയാവുള്ളൂ. ആ കാര്യത്തില് ഞാൻ ഒരു വിട്ടുവീഴ്ചയും വരുത്താറില്ല. അപ്പോഴേക്കും അവന്തിക്ക് എന്ന് കരയുവാണ്. അവന്തിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശി പറഞ്ഞു, ദേ മോള് കരയണമെന്ന് പറഞ്ഞു. അത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പം നിശ്ചയം നടത്താതെ തന്നെ നമുക്ക് വിവാഹത്തിലേക്ക് നേരെ കിടക്കാം. അത് ഇനിയിപ്പം ഈ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്ന ശേഷം മതി, അനാമികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതിന് ശേഷം മാത്രം മതി. ഇനി അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കുക, അനിയുടെ മരുമോളായിട്ട്
ഈ വീട്ടിലേക്ക് കടന്നു വരാൻ പോകുന്ന മോള് തന്നെയായിരിക്കും, അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവന്തിയെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എച്ച എന്നാലും വിവാഹ നിശ്ചയം നടത്താമെന്ന് പറഞ്ഞു. ആ സമയം തിരുമേനി പറഞ്ഞു, അതെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ചില ഇതൊക്കെ കാണുന്നുണ്ടെന്ന്, അതിന് ശേഷം മതിയായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പം ഈ നിശ്ചയം വേണ്ടാന്ന് വെച്ചത്. കാരണം നിശ്ചയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിളക്ക് കെട്ടുപോയി, അതൊരു ദുശകനമാണ്, അത് ശരിയായിട്ടുള്ള ശകനമല്ല. തിരുമേനി പറഞ്ഞു, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇവിടുത്തെ മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് അതൊക്കെ ഇനിയിപ്പം നടത്തിയിട്ട് മാത്രം മതി നിശ്ചയം കാര്യങ്ങളെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അതാ അതിൻ്റെ ശരിയെന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദുവിനോട് വീണ്ടും കനക ദേഷ്യപ്പെടുവാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഇനി അവളോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, അവൾ അവളുടെ ഡ്യൂട്ടിയെ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് നന്ദു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കനകയും ഗോന്തിനും ഇറങ്ങാൻ തുടങ്ങുവാണ്. ആ സമയം മുത്തശ്ശി വിളിച്ചിട്ട് കനകയോട് പറഞ്ഞു, അതെ ഇനിയിപ്പം മോളെ വഴക്ക് പറയുകയൊന്നും ചെയ്യണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. നവീനാണ് ഭയങ്കര വിഷമമായി. എനിക്ക് സന്തോഷമായി കാണും, വിവാഹം മുടങ്ങിയല്ലോ, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം നടക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ അതും മുടങ്ങി. നവീൻ ആകെപ്പാടെ ടെൻഷനായി പോയി. ഈ സമയത്ത് അനി ഞെട്ടി എഴുന്നേറ്റു. അനി ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ആ സമയത്താണ് ദേവേനെ അങ്ങോട്ട് വരുന്നത്. എടാ നീ റെഡിയാവുന്നില്ലേ, നിശ്ചയത്തിനുള്ള സമയമായി വരുക, അപ്പൊ എത്ര സമയം വിവാഹം നിശ്ചയം മുടങ്ങുന്നല്ല അനി സ്വപ്നം കണ്ടായിരുന്നു. ആ നിശ്ചയം മുടങ്ങിയല്ലേ? മുടങ്ങിയെന്നോ? എവിടെ? എടാ നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും, നിശ്ചയം മുടങ്ങിയിട്ടൊന്നുമല്ലേ, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് റെഡിയാവാൻ നോക്കാൻ പറഞ്ഞു. എനിക്കാകെപ്പാടെ ടെൻഷനായിപ്പോയി. അപ്പൊ ഇത്രയും സമയം ഉണ്ടായിരുന്നല്ല അനിയുടെ സ്വപ്നങ്ങളായിരുന്നു. നിശ്ചയം മുടങ്ങുന്നതും ഇറക്കി വിടുന്നതും എല്ലാ കാര്യങ്ങളും അതുവരെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം നയനയും കൂടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ചേട്ടാ നീ ഇതുവരെയായിട്ട് റെഡിയായില്ലേ? അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എല്ലാവരോടും. ഞാൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? നിനക്ക് എന്താ പറയാനുള്ളത്? ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഞാൻ എല്ലാവരും തുറന്നു പറയാൻ പോവാ. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നല്ലേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയാനുള്ള എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയും. ഇനിയിപ്പം ഞാൻ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. എടാ നിനക്ക് എന്താ പറയാനുള്ള ഈ അവസാന നിമിഷത്തില് നിശ്ചയത്തിന്റെ സമയത്ത്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശാണ് അപ്പൊ കേട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയനയ്ക്കൊക്കെ ഭയങ്കര വിഷമായി. അങ്ങോട്ടേക്ക് വരാൻ നോക്കാൻ പറഞ്ഞു. ഈ സമയം നയന ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ട, ഞാനുമാണ് സ്വപ്നം കൊണ്ട് നിശ്ചയം മുടങ്ങുന്നേ. ആ സമയം ആദർശ് പറഞ്ഞു, ഇവനിത് എന്ത് ഭാവിച്ചാന്നറിയില്ലോ. അതെ അതാ എനിക്കും മനസ്സിലാത്തെ, എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്, അവന്റെ മനസ്സിൽ അവൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്ത പോലെ തോന്നുന്നുണ്ട് എന്ന് നയന പറഞ്ഞു. ഇതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അനാമികയും വേണുവും കൂടെ വരുവാണ്. വേണു അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ നന്ദു ഇങ്ങനെ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുകയാണ്. ആ സമയം അനാമിക എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് അനിയിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവും കൂടി ചാടി എഴുന്നേറ്റു. വേണു പറഞ്ഞു, അതെ മാഡം, എന്റെ മോൾക്ക് നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമയുടെ കവളത്തിൽ ഒറ്റ അടിയായിരുന്നു. നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ? മര്യാദയ്ക്ക് അവന് ഡിവോഴ്സ് കൊടുത്തിട്ട് പോകാൻ നോക്കടി, അവനെ ഇത്രയും കാര്യം ഇട്ട് ചുറ്റിച്ചതും പോരാ, ഇനി നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ? അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അതെ എന്നെ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു പരാതി തരാനും കൂടെ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് പരാതി തന്നേ മതിയാവുള്ളൂ പറഞ്ഞു. അത് കേട്ടത് നന്ദു പറഞ്ഞു, പരാതി തന്നു, പരാതി തന്നിട്ടുണ്ടെങ്കിൽ എത്ര വലിയവനാന്ന് പറഞ്ഞാലും ഞാൻ ഉറപ്പായിട്ടും ആക്ഷൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, ആ പിന്നെ നന്ദു മാഡം ഒരു കാര്യം പറയാനുണ്ട്, മാഡത്തിന് വേറെ പലരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആഗ്രഹിക്കുന്നുണ്ടെന്നോ? അതെ, വിവാഹം കഴിക്കാനായിട്ട് വേറെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, താൻ എനിക്കെന്താ ദല്ലാളായിട്ട് വരുവാണോ? ഇവളെ പിടിച്ച് ഏതെങ്കിലും ഒരുത്തനെ ഒരു നിർഭാഗ്യവാന്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്ക്, എന്നിട്ട് മതി എനിക്ക് ആലോചനയായിട്ട് വരുന്നേ, കടന്ന് പോടോന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുവാണ്. ആ സമയത്ത് SI സക്കറിയ ചോദിച്ചു, അല്ല മാഡം അപ്പൊ ഈ വിവാഹം മുടങ്ങുമല്ലേ? ആ മുടങ്ങുമെന്ന് പറഞ്ഞു. എങ്ങനെ മുടങ്ങാതിരിക്കും? കാരണം നന്ദു മാഡത്തിന്റെ മനസ്സിൽ മുഴുവന് ആ ചെറുപ്പക്കാരനല്ലേ, പിന്നെ എങ്ങനെ മുടങ്ങാതിരിക്കും എന്നൊക്കെ അയാൾ ഇങ്ങനെ മനസ്സിൽ പറയണം. നന്ദുവിന് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശന്റെ അരിയിലേക്ക് ജയനും അജയനും ഒക്കെ വന്നു. അപ്പോഴേക്കും അനിയും കൂടെ വരുവാണ്. ദേവേനും വന്നു. ആ സമയം മുത്തശ്ശൻ ചോദിച്ചു, നിനക്ക് എന്താടാ പറയാനുള്ളേ? അതെ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, ഇനി നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറ. ഇത് കേട്ടിഞ്ഞപ്പോ അനി പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആരും അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിനക്കൊക്കെ അറിയാലോ അനാമയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ആ കാര്യങ്ങളൊക്കെ ആദർശനോട് പറയാൻ കുറച്ച് വൈകിപ്പോയി, എനിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, പക്ഷെ ഇവിടെ അത് സംഭവിച്ചു കൂടാ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, നിനക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറ, നിശ്ചയത്തിനുള്ള സമയമായി വരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹനി പറഞ്ഞു, അതെ
ഇതുവരെ മുത്തശ്ശൻ പറയുന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട്. ആദർശേട്ടൻ ഈ വീട് വിട്ടു പോയി. അപ്പൊ എന്നോട് എം ഡി സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. ഞാൻ ഏറ്റെടുത്തു. ആദർശേട്ടൻ തിരികെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു എം ഡി സ്ഥാനം ആദർശേട്ടന് കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ കൊടുത്തു. അതൊക്കെ ഞാൻ സന്തോഷത്തോടെ ചെയ്ത കാര്യങ്ങളാ. അതിനുശേഷം എന്നോട് പറയുന്നു അവന്തികയുടെ കയ്യില് മോതിരം അണിയിക്കാനായിട്ട്. ഇതെന്താ, ഞാൻ എന്താ വെറും ഒരു കളിപ്പാവയാണോ നിങ്ങളെല്ലാരും ചരട് വലിക്കുന്നതിനോടൊപ്പം കിടന്ന് തുള്ളാനായിട്ട്? എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാ. എന്താണെങ്കിലും അവന്തികയുടെ കഴുത്തിൽ താലി ചേർത്താനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവളെ പെങ്ങളെ പോലെ കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അനി, നിനക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നീ വ്യക്തമായിട്ട് പറ. അതാ ഞാൻ പറഞ്ഞത്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു എടാ ദേ നിശ്ചയത്തിനുള്ള സമയമായി വരുന്നുണ്ട്. അവന്തികമോള് ഒരുങ്ങാനായിട്ട് പോയിരിക്കുക. അപ്പോഴാണോടാ നീ ഇതൊക്കെ പറയണേ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനിയും ഞാൻ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. ആദർശനാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും അറിയാലോ അനാമികയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന്. അന്ന് അവളുടെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വന്നുകൊണ്ട് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കോടതി കയറേണ്ട വന്നു. എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായത്. ഇനി അതുപോലെ ഒന്നും ഉണ്ടായിക്കൂടാ. അതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ പറയണേ. അത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു അല്ല ഇപ്പൊ നീ എന്തിനാ ഇതൊക്കെ പറയണേ? എനിക്ക് പറയണം മുത്തശ്ശ. ആദർശന് പോലും അറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു പെൺകുട്ടിയെ പോലും സ്നേഹിച്ചിട്ടില്ല, പ്രണയിച്ചിട്ടില്ല. പക്ഷേങ്കില് അനാമയെ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അന്നും അതെ ഇന്നും അതെ, ഒരാൾ മാത്രമേ ഉള്ളൂ. അതെന്റെ മനസ്സിൽ നന്ദുവാന്ന് പറഞ്ഞു. വെട്ടി തുറന്നാണ് പറയുന്നത്. ജാനകിയൊക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ഇടിവെട്ടേറ്റ് നയനയൊക്കെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. കഥകൾ ആകപ്പാടെ മാറി മറിയുവാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.